ആകാശവാണി കവരത്തി. പവിഴമണിലെ സാഹിത്യം. ഓരോ വീടിനും പറയാനുണ്ടാവും ചില രഹസ്യങ്ങൾ. ചില അതിഥികൾ അപ്രതീക്ഷിതമായാണ് കടന്നു വരുന്നത്. ചിലർ വിധിയുടെ ക്ഷണമില്ലാത്ത വിളിയിൽ. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കടന്നു വന്ന അതിഥിയാണ് ചെവികൊട്ടി എന്ന ജിന്ന്. ഭയത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും നന്മയുടെയും പരീക്ഷണങ്ങളുടെയും നിഴലിൽ ആ കുടുംബത്തിൻ്റെ ജീവിതം പുതിയ വഴിത്തിരിവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യഹൃദയത്തിൻ്റെ വിശ്വാസവും സ്നേഹവും ധൈര്യവും എത്ര ശക്തമാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിട്ടിയപ്പുറം എന്ന കുടുംബത്തിലേക്ക് ബിയത്തി എന്ന കുടുംബിനിക്ക് മുന്നിൽ ചെവികൊട്ടി മാമ എന്ന ജിന്നെത്തിയപ്പോൾ ഭയപ്പെടുത്താനാണോ അനുഗ്രഹിക്കാനാണോ എന്തെങ്കിലും ദൗത്യം പൂർത്തീകരിക്കാനാണോ വന്നത് എന്ന ചോദ്യങ്ങൾക്ക് കൂടിയുള്ള ഉത്തരം ശ്രീ ഇസ്മത്ത് ഹുസൈൻ നൽകുന്നുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ചെവികൊട്ടി മാമയെ ബിയത്തിയും നാട്ടുകാരും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. മിത്തുകളും പുരാവൃത്തങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ കഥകൾ എന്നും കേൾവിക്കാർക്ക് ഒരു കൗതുകമാണ്. ജിന്ന് ഒരു സാങ്കല്പിക കഥാപാത്രമാകാം. എങ്കിലും ഈ കഥയിലെ ചെവികൊട്ടി മാമ എന്ന ജിന്ന് മനുഷ്യരെ പോലെ വൈകാരികമായ മുഹൂർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശ്രീ ഇസ്മത്ത് ഹുസൈൻ എഴുതി അവതരിപ്പിക്കുന്ന ചെവികൊട്ടി എന്ന നാടൻ കഥ നമുക്ക് കേൾക്കാം. ചെവികൊട്ടി. ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട ഒരു വടക്കൻ ദ്വീപിൽ പിട്ടിയപുറം എന്നൊരു വീടുണ്ടായിരുന്നു. അവിടെ ബിയത്തി എന്നൊരു പെണ്ണുമുണ്ടായിരുന്നു. അവർ ഇടയാവാത്തെ കയ്യാലയിൽ ഇശാനമസ്കാരം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം പുറത്തെ കൂടത്തിൻ്റെ ഭാഗത്തു നിന്നും എന്തോ വീഴുന്നത് പോലൊരു ശബ്ദം കേട്ടു. ബിയത്തി നിസ്കാരക്കുപ്പായം ഊരി അഴയിലിട്ട് വാതിൽ തുറന്നു നോക്കി. കൂടത്തിൻ്റെ മുറ്റത്ത് ഒരു കറുത്ത രൂപം കിടക്കുന്നു. നീണ്ട് കാലോളം എത്തുന്ന ചെവികളും പൊക്കം കുറഞ്ഞ ശരീരവുമായി ഒരു പ്രത്യേക രൂപമുള്ള ആളായിരുന്നു നിലത്ത് കിടക്കുന്നത്. ബിയത്തി ആ രൂപത്തെ കണ്ട് പേടിച്ചില്ല. അവർ ആ രൂപത്തെ നോക്കി ചോദിച്ചു, "നീങ്ങാര്? എവിടെയുണ്ട് വന്നത്?" ആ രൂപം മലയാളത്തിലാണ് മറുപടി പറഞ്ഞത്. "എൻ്റെ പേര് ചെവികൊട്ടി എന്നാണ്. അറബിക്കടലും കടന്ന് 7 ബഹറും കടന്നു പോയാൽ എത്തുന്ന അറബി നാടാണ് എൻ്റേത്. എൻ്റെ ചെവികൾ പിരിച്ച് ഒരു പക്ഷിയെപ്പോലെ എനിക്ക് പറക്കാനാവും. ഞാൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ജീവിയാണ്. തായിഫ് നാട്ടിലെ സൂഫി ഗുരുവാണ് എന്നെ ഈ ദ്വീപിലേക്ക് പറഞ്ഞയച്ചത്. നിങ്ങളുടെ വീടിൻ്റെ പേര് പറഞ്ഞു തന്നതും അദ്ദേഹമാണ്. അദൃശ്യമായതും ജ്ഞാനസംബന്ധമായതും ആയ കാര്യങ്ങൾ എനിക്കറിയാൻ കഴിയും. അപ്രത്യക്ഷമാവാനും വേണ്ടടുത്ത് പ്രത്യക്ഷപ്പെടാനും എനിക്ക് പറ്റും. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം തരണം. നിങ്ങൾക്ക് മാത്രമല്ലാതെ മറ്റാർക്കും എന്നെ കാണാനുമാവില്ല. നീ ഞങ്ങളെ ഇത് നുറുമ്പിരാരും ചെയ്യുക. തങ്ങളെ വല്ല ഉപദ്രവവും ചെയ്യുമോ എന്ന് ബിയത്തി തൻ്റെ സംശയം ചെവികൊട്ടി എന്ന ജിന്നിനോട് ചോദിച്ചു. "ഇല്ല, ഞാൻ ആരെയും ഉപദ്രവിക്കില്ല. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾക്ക് ഫതിമാറുവാം. എങ്ങനത്തെ ഇടം താൻ വേണ്ടിയത്? എനിക്കൊരു ചാക്ക് തൂക്കിയിടാനുള്ള ഒരു മച്ചു മതി. അടുക്കളയായാലും മതി. ഞാൻ പകൽ ചാക്കിൽ തൂങ്ങിക്കിടന്നുകൊള്ളാം. രാത്രി ഉപ്പ് ചാക്കിൻ്റെ അടുത്ത് ഒരു ചെവി വിരിച്ച് മറ്റേ ചെവി കൊണ്ട് പുതച്ച് കിടന്നുറങ്ങിക്കൊള്ളാം." അങ്ങനെ ചെവികൊട്ടി പിട്ടിയപുറത്തെ അടുക്കളയിലെ ചാക്കിൽ തൂങ്ങിക്കിടന്ന് അവിടുത്തെ അന്തേവാസിയായി. ബിയത്തി ചെവികൊട്ടിയെ മാമ എന്നാണ് വിളിച്ചിരുന്നത്. പോകെ പോകെ ചെവികൊട്ടി മാമായും ബിയത്തിയും അടുത്ത ചങ്ങാതിമാരായി തീർന്നു. പിട്ടിയപുറത്തെ ആക്കത്തിയോടം ആയിടക്ക് കുണക്കേടിൽ കുടുങ്ങി. കടൽ ഇളകി മറിഞ്ഞു. മംഗലാപുരത്തിൽ നിന്നും ദ്വീപിലേക്ക് വരുന്ന വരവായിരുന്നു. കാറ്റ് ചെകുത്താനെപ്പോലെ ഓടത്തെ കശക്കിയെറിഞ്ഞു. ഓടത്തിലുള്ളവർ ജീവന് വേണ്ടി നിലവിളിച്ച് കരയാൻ തുടങ്ങി. ആ സമയം ബിയത്തി മുന്നലാവാത്ത് അരി പെറുക്കുകയായിരുന്നു. പെട്ടെന്ന് അടുക്കളയിൽ എന്തോ നിലത്തേക്ക് വീണതുപോലൊരു ശബ്ദം. മാമായ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായാലാണ് ഈ ശബ്ദമുണ്ടാക്കുക. ബിയത്തി അരിയും തടപ്പയും കയ്യാലയിൽ വെച്ച് അടുക്കളയിലേക്ക് കയറി. "അല്ലി ബിയത്തി, നിന്നെ ആക്കത്തിയോടത്തെയും കൊണ്ട് അറബിക്കടൽ വിളിയാടുണ്ട്. നമ്മ എന്നിഹിയുണ്ട്." വളരെ പെട്ടെന്നാണ് ചെവികൊട്ടി മാമ ദ്വീപ് ഭാഷ പിടിച്ചെടുത്തത്. സാധാ ദ്വീപുകാർ പറയുന്നത് പോലെ സ്വാഭാവികമായി അയാൾ പറയാൻ തുടങ്ങി. "അല്ല മാമ, നമുക്ക് എന്നി ചെയ്യുവാൻ കളി?" ബിയത്തി മാമാനോട് ചോദിച്ചു. "നമ്മ പോയി കടലിനെ കൂടെ വിഷയം പറയും.
അപ്പം കടൽ അവളെ അരിശം നിർത്തും. മാമ വേഗം പോയി ആ കത്തിയോടക്കാരെ സലാമത്താക്കണം. ചെവികുട്ടി മാമ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. നടന്നു ചെന്ന് കിണറ്റിനടുത്തു നിന്നും ചെവികൾ വിരിച്ച് മെല്ലെ ആകാശത്തേക്ക് പറന്നുയർന്നു. പെട്ടെന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷമായി. ബിയത്തി പ്രതീക്ഷയോടെ കടൽ തീരത്തേക്ക് നടന്നു. കടപ്പുറത്ത് പ്രക്ഷുബ്ധമായ കടലും കാറ്റുമായിരുന്നു. ആ കാറ്റിലും കോളിലും ആകാശത്തൊരു പക്ഷിരൂപം പ്രത്യക്ഷപ്പെട്ടു. വലിയ ചെവികൾ ചിറക് പോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് ആ രൂപം വളരാൻ തുടങ്ങി. ആ പക്ഷി പെട്ടെന്നൊരു രാക്ഷസരൂപിയായി തീർന്നു. അതിൻ്റെ നീണ്ട വിരലുകൾ ആകാശത്തിൽ നിന്നും ഇറങ്ങി വന്ന് കടലിനെ തൊട്ടു. ഉടനെ കടൽ ശാന്തമായി. കാറ്റുമടങ്ങി. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ആക്കത്തിയോടം വടക്കൻ തല തുറന്ന് ദ്വീപിലേക്ക് പ്രവേശിച്ചു. അതുപോലൊരു സംഭവമാണ് നാട്ടിൽ ഒരിക്കൽ പകർച്ചവ്യാധി പിടിച്ചപ്പോൾ ചെവികുട്ടി മാമ പറഞ്ഞുകൊടുത്ത മരുന്നാണ് ഫലം കണ്ടത്. ബിയത്തിക്ക് മനസ്സിൽ വലിയ സംശയമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരാവശ്യവുമില്ലാതെ പ്രകൃതിയിലെ ഒരു ജീവി ഇവിടെ ഒരു ചെറിയ ദ്വീപിൽ വന്ന് താമസിക്കുമോ? അതിന് വലിയ എന്തെങ്കിലും കാരണമുണ്ടാവും. ആ രഹസ്യം മാമാനോട് ഹിക്മത്തിൽ ചോദിച്ചറിയണം. അന്നൊരു മുഹറം 10 ആഷുറായിൻ്റെ ദിവസമായിരുന്നു. അന്ന് 9 ഇനം വിത്തുകളും തെങ്ങിൻ ശർക്കരയും ചേർത്ത് വിശേഷപ്പെട്ട ഒരു തരം പായസം വെച്ചു ബിയത്തി. കൊത്തുപണികളുള്ള ഒരു പാത്രത്തിൽ വിളമ്പി ചെവികുട്ടി മാമായ്ക്ക് കൊടുത്തു. അയാൾ ഏറെ രുചിയോടെയും സന്തോഷത്തോടെയും പായസം കുടിക്കാൻ തുടങ്ങി. ഇതാണ് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയ സമയമെന്ന് ബിയത്തിക്ക് തോന്നി. അവർ പറഞ്ഞു, മാമ നന്ന ഹാൽബിന് ഒരു തമിഷയം. ചെവികുട്ടി മാമ ബിയത്തിയുടെ മുഖത്തേക്ക് എന്താണെന്ന ഭാവത്തിൽ നോക്കി. കുറേ നാളായി മാമ ഇവിടെ വന്നുകൊണ്ട് ഫറക്കണ്ട. എന്തെങ്കിലും കാര്യമില്ലാതെ നിങ്ങ വന്ന് ഫറക്കായല്ലോ. അതെന്നെന്നറിയാൻ ഒരാശ. ഈ ചോദ്യത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചെവികുട്ടി മാമ പറഞ്ഞു. അറേബ്യൻ മരുഭൂമിയിൽ ഒരു പച്ചപ്പുണ്ടാക്കി ഞങ്ങളുടെ രാജാവ് അബ്ദുൽ അസീസ് ഒരു കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിന് ചുറ്റും അദ്ദേഹം ജിന്നുകളുടെ ഒരു വലിയ രാജ്യം പണിതുയർത്തി. അസീസ് രാജന് 10,000 വയസ്സ് പ്രായമുണ്ട് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ സുന്ദരിയായ മകളാണ് നൂർജഹാൻ രാജകുമാരി. അവൾക്ക് ഒട്ടേറെ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവൾ വിചാരിച്ചാൽ നടക്കാത്തതായി ഈ ലോകത്തിൽ ഒന്നുമുണ്ടായിരുന്നില്ല. അവളും പരിചാരകരും അറബിക്കടലിന് മുകളിൽ കൂടി പറന്നു പോകുമ്പോൾ ചെകുത്താൻ ജിന്നുകളുടെ അധിപൻ ഇഫ്രീത്ത് രാജൻ നൂർജഹാനെ കാണാനിടയായി. അതോടെ നൂർജഹാനെ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചായി അയാളുടെ ചിന്ത. അങ്ങനെ നൂർജഹാൻ ഞങ്ങളുടെ രാജ്യത്തിന് പുറത്തിറങ്ങുന്നത് നോക്കി വിവരമറിയിക്കാൻ ചെകുത്താൻ ജിന്നുകൾ ഞങ്ങളുടെ രാജ്യത്തിന് ചുറ്റും കാത്തുകിടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം പുറത്തിറങ്ങിയ നൂർജഹാനെ ഇഫ്രീത്ത് രാജനും സംഘവും തട്ടിക്കൊണ്ടുപോയി. ഇഫ്രീത്ത് രാജൻ്റെ കൊട്ടാരം ഈ ദ്വീപിന് തെക്കുമാറി അറബിക്കടലിന് അടിയിലാണ്. ഒരു വർഷക്കാലമായി നൂർജഹാനെ ഇഫ്രീത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഇതുവരെയായിട്ടും അവളെ പുറത്തിറക്കിയിട്ടില്ല. അമ്മേനി, കടമത്ത്, ചെത്ലാത്ത്, കിൽത്താൻ എന്നീ ദ്വീപുകളിലെല്ലാം എന്നെപ്പോലുള്ള ചെവികൊട്ടികൾ താമസിക്കുന്നുണ്ട്. നൂർജഹാനോ അവളെ തട്ടിക്കൊണ്ടുപോയ ഇഫ്രീത്ത് രാജനോ പുറത്തു വരുന്ന നിമിഷം ഞങ്ങളുടെ ജോലി ആരംഭിക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ രാജാവ് അബ്ദുൽ അസീസ് മരണശയ്യയിലാണ്. അയാൾ നാട് നീങ്ങിയാൽ ഞങ്ങളുടെ അടുത്ത രാജാവാകേണ്ടത് നൂർജഹാനാണ്. അതിന് രാജാവിൻ്റെ മരണത്തിന് മുമ്പ് നൂർജഹാനെ കൊട്ടാരത്തിലെത്തിക്കണം. അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നെയാണ്. ബിയത്തിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇഫ്രീത്തിൻ്റെ പിടിയിൽപ്പെട്ട് കഴിയുന്ന നൂർജഹാനെ ഓർത്ത് ബിയത്തിക്ക് സങ്കടം വന്നു. ജിന്നാണെങ്കിലും അവളൊരു സ്ത്രീയല്ലേ. അവൾ രക്ഷപ്പെട്ട് കാണാൻ ബിയത്തിക്കും മനസ്സിൽ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പെട്ടിപ്പുറത്തേക്ക് ഓടി വന്നു. ബിയത്തി മുറ്റത്തേക്കിറങ്ങി കാര്യമന്വേഷിച്ചു. അന്നാ പുരുഷൻ തെങ്ങിണ്ട് വീണ് നെടുമുൾ പൊട്ടിപ്പൂവ്. അയാൾ മരിച്ചാൽ നാനങ്ങന്ന 7 മക്കളും മരിക്കേണ്ടതില്ലാതെ വേറെ ഏതും പിടിയില്ല. ഇങ്ങളെ ചെവികൊട്ടി മാമാക്കൂടിന് ചൊല്ലി അന്ന അബ്ബാസിനെ രക്ഷപ്പെടുത്തോണം. ബിയത്തി അടുക്കള ഭാഗത്തേക്ക് മാറി നിന്ന് പറഞ്ഞു, മാമ ചെവികൊട്ടി മാമ, തങ്ങനെ വീണിന അബ്ബാസ്, നെടുമുൾ മുറിഞ്ഞിന അബ്ബാസ്, എന്ന് ചെയ്യും ചെവികൊട്ടി. അടുക്കളയിൽ എന്തോ വീഴുന്ന ശബ്ദം ബിയത്തി കേട്ടു. ബിയത്തി ചെവി കൂർപ്പിച്ചു. ഏതും ബേജാറാകൊണ്ട, മൊഹിദ്ദീൻ ഷെയ്ഖിനും ഒരാടിനെ നേർച്ചയാക്കുവാൻ ചൊല്ലും. ബിയത്തി ആ സ്ത്രീയോട് ആടിൻ്റെ കാര്യം പറഞ്ഞു. ആ സ്ത്രീ ഒരാടിനെ നേർച്ചയാക്കി വീട്ടിലേക്ക് നടന്നു. വടക്കന്തലയിലായിരുന്നു അവരുടെ വീട്. വീടെത്തുമ്പോഴേക്കും അവരുടെ പുരുഷൻ അബ്ബാസ് എഴുന്നേറ്റ് മുറ്റത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിക്കുന്നതാണ് കണ്ടത്. അരൂപിയായ ചെവികൊട്ടിയെ മനസ്സിൽ ശ്ലാഘിച്ച് അവൾ അബ്ബാസിൻ്റെ അടുത്തേക്ക് നടന്നു. പിട്ടിയപ്പുറത്ത് ചെവികൊട്ടി മാമ പറഞ്ഞ കാര്യങ്ങൾ അവർ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഭരത്തം കൊണ്ട് സഹിപ്പം കഴിയാതെ നാം നെരിഫിരി കൊള്ളിണ്ടിയാഞ്ഞ്. പെട്ടെന്ന് നെട്ടലിൻ്റെ നേരെ അടിയുണ്ട്
ഒരു തണുപ്പ് കയറി വരുവാൻ തുടങ്ങിയ ഐസ് കട്ട വെച്ചതുപോലെ നെട്ടെല്ലാകെയും മരവിച്ച് ഭരത്തം പൂ ഇടം പിടിയില്ല. നിന്നെ ആരോ പിടിച്ചിളുന്ന് നിൽപ്പിച്ച് നടത്തിച്ച് നടക്കേണ്ടേരം പുറടിക്കൊരു അടി തന്നെ എന്നാ ചെവികൊട്ടി മാമ. അബ്ബാസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർക്ക് വലിയ സന്തോഷമായി. അന്ന് മഗരിബ് നമസ്കാരം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കൂടത്തെന്തോ വീഴുന്ന ശബ്ദം ബിയത്തി കേൾക്കുന്നത്. ബിയത്തി നിസ്കാരക്കുപ്പായമൊരി വേഗം അടുക്കളയിലെത്തി. ബിയത്തി, ഇന്നാണ്ടോ ഇഫിരീത്ത് രാജനും ജിന്നികളും തമ്മിലുള്ള യുദ്ധം, ചെവികൊട്ടി മാമ പറഞ്ഞു. ഞങ്ങൾക്കിത് ഞങ്ങളെ രാജകുമാരിയെ തിരിച്ചു പിടിപ്പാനുള്ള യുദ്ധം കണ്ടോ. ഇന്ന് രാവ് 1 മണി കഴിഞ്ഞാൽ അറേബ്യയിലുള്ള ജിൻ സൈന്യം എത്തും. 3 മണി മുതൽ യുദ്ധം. നന്നാ നൂർജഹാനെ നാൻ രക്ഷിച്ചു കൊണ്ടുപോകും. ഒരു ഇഫിരീത്ത് രാജനും നാൻ എന്നാ നൂറിന് വിട്ടുകൊടുക്കുക. ചെവികൊട്ടി മാമൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീണു. ഇവർക്കും ഇത്തരം വികാരങ്ങളുണ്ടെന്ന് ബിയത്തി തിരിച്ചറിയുകയായിരുന്നു. അറേബ്യയിൽ നിന്നും വന്ന ജിൻ സൈന്യം അറബിക്കടലിൽ കടമത്തിനും കിൽത്താൻ ദ്വീപിനും ഇടയിലുള്ള ഇഫിരീത്ത് രാജൻ്റെ കോട്ട വളഞ്ഞു. ആ കോട്ട കടലിനടിയിൽ 1000 കിലോമീറ്ററുകൾ പരന്നു കിടക്കുകയായിരുന്നു. ജിന്നുകളുടെ തന്ത്രപരമായ നീക്കം ഇഫിരീത്തിൻ്റെ പട്ടാളത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സുന്ദരമായ ജയിൽ പണിത് താമസിപ്പിച്ച നൂർജഹാനെ ജയിലോടെയാണ് ചെവികൊട്ടി ജിന്നും സംഘവും കടത്തിക്കൊണ്ടുപോയത്. നൂർജഹാൻ ജിന്നുകളുടെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയതോടെ ചെവികൊട്ടി ജിന്നിൻ്റെയും നൂർജഹാൻ്റെയും വിവാഹം ആർഭാടപൂർവ്വം നടന്നു. ചെവികൊട്ടി മാമ ജിന്നുകളുടെ രാജാവായി അവരോധിക്കപ്പെട്ടു. അങ്ങനെ അവർ സുഖമായി ജീവിച്ചു. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.